ഇന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങനെ അട ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇല മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചപ്പാത്തി പ്രസ്സർ എടുത്ത് അതിലൊരു കവർ വെച്ചിട്ട് ഞാൻ ഈ ഇലേനെ ആ കവറിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്ത അരിമാവ് വെച്ച് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടയുടെ പരത്തൽ കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ശർക്കരയും തേങ്ങയും വെക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയും തേങ്ങയും വെക്കാം. ഇതിൽ ഞാൻ പഞ്ചസാരയും തേങ്ങയും നേന്ത്രപ്പഴവും കൂടിയതാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 3 ഭാഗവും പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട റെഡിയായി കിട്ടി. പെട്ടെന്ന് നമുക്കിങ്ങനെ അട തയ്യാറാക്കിയെടുക്കാം. അതിനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അട വെച്ച് 2-3 അട ഒരു തട്ടിൽ വെക്കാൻ പറ്റും. വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അട റെഡിയായി കിട്ടും. അട വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്നിന് മീതെ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേവാൻ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല ചില സമയങ്ങളിൽ നടുഭാഗം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് അട വയ്ക്കുമ്പോൾ എപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ.